CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC മറ്റൊരു ഗോൾ കീപ്പറെ കൂടി സൈൻ ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടും ISLയോടും അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ ഗോൾ കീപ്പറെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോൾ കീപ്പറെ തേടിയുള്ള ശ്രമങ്ങൾ ശക്തമായി തുടങ്ങിയിട്ടുണ്ട് എന്നും ക്ലബ്ബ് ശരിയായ പ്രൊഫൈലുകൾ തരികയാണെങ്കിൽ അഥവാ ക്ലബ്ബിന് ശരിയായ പ്രൊഫൈലുകൾ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കീപ്പറെ എന്തായാലും സൈൻ ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ ഗോൾ കീപ്പർ ആയിട്ടുള്ളത് സച്ചിൻ സുരേഷ് എന്ന ആ ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഏതായാലും അവസാന മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെല്ലാവരും ഒന്നടങ്കം പറയുന്നത് നോറ ഫെർണാണ്ടസ് എന്ന ഒരു ഗോൾ കീപ്പറെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിലെങ്കിലും പരീക്ഷിക്കണം എന്നൊക്കെയാണ്. ഏതായാലും നോറ ഫെർണാണ്ടസിന് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അഥവാ ISL എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സച്ചിൻ സുരേഷിനെ തന്നെയാവും എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് ഇറക്കുക. അത് പക്ഷേ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് ആയിക്കൊണ്ട് ഒരു കീപ്പറെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാവും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കീപ്പറെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന ബംഗളൂരു FCയുടെ ഗോൾ കീപ്പറെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു ഗോൾ കീപ്പർക്ക് ISL കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഏതായാലും ഈ ഒരു സീസൺ തുടങ്ങിയതിൽ മുതൽ അദ്ദേഹത്തിന് 5 മത്സരങ്ങളിൽ നിന്നും 5 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ അവസാന 12 മത്സരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ഷീറ്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സീസണിൽ തുടക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഫോം ഇപ്പോൾ താരത്തിന് അഥവാ ആ ഒരു ഗോൾ കീപ്പർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. നമുക്കറിയാം മുംബൈ സിറ്റി FCയുടെ ഗോൾ പരിശീലകനാണ് പീറ്റർ ക്രാക്കി എന്നുള്ളത്. അദ്ദേഹം മുഹമ്മദൻ സെസിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിന്റെ വിജയത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഏതായാലും പീറ്റർ ക്രാക്കിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ശക്തമായിട്ടുള്ള ഫിനിഷിംഗ് തന്നെ ഈ ഒരു സീസണിൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത്. എന്ത് വന്നാലും ഞങ്ങൾക്ക് കപ്പ് മാത്രമാണ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാമാണ് മുഹമ്മദൻ സെസിക്കെതിരെയുള്ള ഒരു വിജയത്തിന് ശേഷം മുംബൈ സിറ്റി FCയുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ ക്രാക്കി പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വിജയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് 6 മത്സരങ്ങളാണ്. ഇതിൽ തീർച്ചയായിട്ടും 5 മത്സരങ്ങൾ വിജയിക്കുക തന്നെ വേണം. 3 ഹോം മത്സരങ്ങളും ഇനി 3 ഹെവേ മത്സരങ്ങളുമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഏതായാലും ഈ ഒരു 3 മത്സരങ്ങളിലെല്ലാം തന്നെ 3 ഒപ്പോണൻസും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരായി കളിക്കുന്നത് ഈ ഒരു 4 സ്ഥാനത്ത് അഥവാ ISLന്റെ പോയിന്റ് ടേബിളിലുള്ള 4ാം സ്ഥാനത്ത് വരെയുള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ശക്തരായി തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇനി അങ്ങോട്ട് നേരിടേണ്ടി വരിക. ഡിഫൻസിലെ ആ ഒരു മിസ്റ്റേക്കും കൂടാതെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഒക്കെ ഒന്ന് മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഈ ഒരു സീസണിൽ കപ്പ് വേണമെങ്കിൽ വരെ അടിക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.